നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജകുമാരിയിൽ ബൈക്കിടിച്ച കാൽനട യാത്രികയ്ക്ക് ഗുരുതര പരിക്ക്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെടുങ്കണ്ടത്ത് ഒരു കുടുംബത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തകർത്ത ഭൂമാഫിയ. വീട്ടിലേക്കുള്ള കോൺക്രീറ്റ് പാത JCB ഉപയോഗിച്ച് തകർത്തു. മറുകര കടക്കാൻ ഒരു പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് 7 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. പള്ളിവാസൽ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഉൾപ്പെട്ട കമ്പി ലൈനിലുള്ള നിരവധി കുടുംബങ്ങളാണ് പാലമില്ലാത്തതിന്റെ പ്രതിസന്ധി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35ാമത് ചരമവാർഷികം രാജാക്കാട്ടിൽ ആചരിച്ചു. പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. രാജകുമാരിയിൽ ബൈക്കിടിച്ച കാൽനട യാത്രികയ്ക്ക് ഗുരുതര പരിക്ക്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജകുമാരി B ഡിവിഷൻ സ്വദേശി ചാണകപ്പാറയിൽ സുശീല ശശിക്കാണ് പരിക്കേറ്റത്. പ്രായപൂർത്തിയാകാത്ത ബൈക്ക് യാത്രക്കാരനും ആശുപത്രിയിൽ. രാജകുമാരി ടൗണിൽ നിയന്ത്രണം വിട്ട ഇരുചക്രവാഹനമിടിച്ച കാൽനട യാത്രികയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. രാജകുമാരി B ഡിവിഷൻ സ്വദേശി ചാണകപ്പാറയിൽ സുശീല ശശിക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. സുശീല ടൗണിലൂടെ നടന്നു പോകുന്നതിനിടയിൽ ബൈക്ക് വന്നിടിക്കുകയായിരുന്നു. കുമ്പപ്പാറ സ്വദേശി മേരി വിലാസത്തിൽ ജോഷിയ സുരേഷാണ് ബൈക്ക് ഓടിച്ചിരുന്നത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് സുശീലയെ ഇടിച്ച ശേഷം സമീപത്തുണ്ടായിരുന്ന മറ്റൊരു വാഹനത്തിലും ഇടിച്ചാണ് മറിഞ്ഞത്. അപകടത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന ജോഷിക്കും പരിക്കേറ്റിട്ടുണ്ട്. നെറ്റിക്കും കാലിനും പരിക്കേറ്റ ജോഷിയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ രാജാക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രായപൂർത്തിയാകാത്തയാൾ വാഹനം ഓടിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സിറ്റി വിഷൻ രാജകുമാരി. നെടുങ്കണ്ടത്ത് ഒരു കുടുംബത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തകർത്ത ഭൂമാഫിയ. വീട്ടിലേക്കുള്ള കോൺക്രീറ്റ് പാത JCB ഉപയോഗിച്ച് തകർത്തു. ഏതാനും നാളുകൾക്ക് മുമ്പ് ഭൂമി വാങ്ങിയ തമിഴ്നാട് സ്വദേശികളാണ് വഴി തകർത്തത്. നെടുങ്കണ്ടം പച്ചടി സ്വദേശിയായ കണ്ടച്ചാലിൽ ജോസ് തോമസിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് കഴിഞ്ഞ രാത്രിയിൽ ഇല്ലാതായത്. ടാർ റോഡിൽ നിന്നും വീട്ടിലേക്കുള്ള പാതയുടെ ഇരുവശത്തുമായുള്ള ഭൂമി 2 വ്യത്യസ്ത വ്യക്തികളുടെ ഉടമസ്ഥതയിലായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ 2 വസ്തുവും ടാർ റോഡിന് എതിർഭാഗത്ത് വിവിധ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഭൂമിയും തമിഴ്നാട് സ്വദേശികൾ വിലയ്ക്ക് വാങ്ങി. തുടർന്ന് കൃഷിയൊരുക്കുന്നതിനായി JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യാൻ ആരംഭിച്ചതോടെ ജോസിന്റെ വീട്ടിലേക്കുള്ള മൺപാതയിലൂടെ കാൽനട യാത്ര പോലും ദുരിതത്തിലായി. ഇതോടെ മൺപാത കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ ഒരു സംഘം ആളുകൾ എത്തി JCB ഉപയോഗിച്ച് പാത തകർത്തു. വഴി നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 25 വർഷമായിട്ട് സ്വതന്ത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവർ വന്ന് സ്ഥലം എടുത്ത് കഴിഞ്ഞ് ഹിറ്റാച്ച് കയറ്റി കളച്ച്. അന്നേരം ഒരു തരത്തിൽ ഈ വഴിയിൽ ഇറങ്ങാൻ വേണം. മണ്ണുപൊടി എല്ലാം കൂടെ ഇങ്ങോട്ട് പോകണം. പ്രായമുള്ളവരും കൊണ്ടൊന്നും ഇറങ്ങത്തില്ല. അങ്ങനെയൊക്കെ ചടങ്ങായി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അത് ചെയ്തോളാൻ പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത്. കഴിഞ്ഞാറായി പ്രായമുള്ള അമ്മച്ചയല്ലേ അതിൽ ഇറങ്ങി വരാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് രാത്രി 7-ാമത്തെ ഇപ്പോൾ രാത്രിക്ക് വന്ന് പൊളിച്ച് കളഞ്ഞു. കുറേ ആളെയും വണ്ടിയെല്ലാം ആയിട്ട് വന്നു. വീട്ടിൽ ആളെ കുറവായിരുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ലേഡീസാണ്. അതൊക്കെ ഞാനും പറിക്കാത്ത ഒതുങ്ങി. 25 വർഷമായി കുടുംബം ഉപയോഗിച്ചിരുന്ന പാതയാണ് ഒരു രാത്രി കൊണ്ട് ഇല്ലാതായത്. പ്രദേശം ഭൂമാഫിയയുടെ പിടിയിലാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ചുറ്റുമുള്ള ഭൂമി വാങ്ങിയ ശേഷം വഴിയും വെള്ളവും തടസ്സപ്പെടുത്തി ചെറുകിട കർഷകരെ പ്രതിസന്ധിയിലാഴ്ത്തുകയെന്നതാണ് പരാതി. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാകുന്നതോടെ ഭൂമി വിൽക്കാൻ കർഷകർ നിർബന്ധിതരാകുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. മറുകര കടക്കാൻ ഒരു പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് 7 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. പള്ളിവാസൽ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഉൾപ്പെട്ട കമ്പിലയിലുള്ള നിരവധി കുടുംബങ്ങളാണ് പാലമില്ലാത്തതിന്റെ പ്രതിസന്ധി നാളുകളായി അനുഭവിക്കുന്നത്. ഓരോ മഴക്കാലത്തും സ്വയം തടിപ്പാലം തീർത്താണ് ഇവരുടെ അക്കരെ ഇക്കരെയുള്ള യാത്ര. മറ്റൊരു മഴക്കാലം കൂടി തൊട്ടരികിൽ നിൽക്കെ സുരക്ഷിതമായൊരു പാലം ഇനിയും യാഥാർത്ഥ്യമാകാത്തതിൽ നിരാശയിലാണ് പ്രദേശവാസികൾ. കമ്പി ലൈൻ ഉണ്ണിക്കുഴി വഴി കല്ലാർ മെയിൻ റോഡിലേക്ക് എത്തുന്ന റോഡിന് കുറുകെയാണ് മുതിരപ്പുഴയുടെ കൈവഴിയായ വട്ടയാർ ഒഴുകുന്നത്.
തോട്ടം കാർഷിക മേഖലയായ ഇവിടെ കൊടിയേറ്റ കാലത്തിന് ശേഷം നാട്ടുപാത വീതി കൂട്ടി നിർമ്മാണം നടത്തിയെങ്കിലും 6 കുറുകെ പാലം നിർമ്മിച്ചിട്ടില്ല. ചപ്പാത്തിന് സമാനമായ രീതിയിൽ കല്ലുകൾ നിരത്തി വെള്ളം കുറവുള്ള സമയത്ത് നാട്ടുകാർ വാഹനങ്ങൾ മറികടന്ന് നടക്കും. എന്നാൽ മഴക്കാലമായി നീരൊഴുക്ക് വർദ്ധിച്ചാൽ ഇതും നിലയ്ക്കും. പോയ വർഷങ്ങളിൽ പ്രദേശവാസികൾ കമുകിൻ തടി വെട്ടിയിട്ട് താൽക്കാലിക പാലമൊരുക്കിയായിരുന്നു മഴക്കാലങ്ങളിൽ യാത്ര നടത്തിയത്. കൈവരികളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്ത ഈ പാലത്തിലൂടെയാണ് കഴിഞ്ഞ മഴക്കാലത്ത് കൊച്ചുകുട്ടികളും പ്രായമായവരുമടക്കമുള്ളവർ യാത്ര നടത്തിയത്. വീണ്ടും ഒരു മഴക്കാലത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സുരക്ഷിതമായി യാത്ര ചെയ്യുന്നൊരു പാലമെന്ന പ്രദേശവാസികളുടെ ആവശ്യം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. ഈ മഴക്കാലത്തും അക്കരെ ഇക്കരെ കടക്കണമെങ്കിൽ സ്വയം തടിപ്പാലം തീർക്കുകയേ പ്രദേശവാസികൾക്ക് രക്ഷയുള്ളൂ. കഴിഞ്ഞ വർഷം ഈ പുഴയിൽ നിന്ന് ഈ അടയ്ക്കാമരം വെട്ടിയിട്ട പുഴയിൽ നിന്ന് പല ആൾക്കാരും താഴെ പോയി. വെള്ളം അത് കണ്ടമാനം കൂടുന്ന പുഴയാണ്. എല്ലാ വർഷവും ഞങ്ങൾ വേദനയോടുകൂടിയാണ് ഈ പുഴ കടന്നു പോകുന്നത്. അതിന് എത്രയും വേഗം ഒരു പരിഹാരം കാണണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മഴക്കാലത്ത് ജലനിരപ്പ് ഉയരുന്നതോടെ പലപ്പോഴും നാട്ടുകാരും തടിപ്പാലം ഒഴുകിപ്പോകുന്നതും പതിവാണ്. പിന്നെ വെള്ളമിറങ്ങിയതിനു ശേഷം മാത്രമേ താൽക്കാലിക പാല നിർമ്മാണം നടക്കൂ. മാത്രവുമല്ല, ചെറിയ പാലത്തിൽ നിന്നും ആളുകൾ കാൽവഴുതി വെള്ളത്തിൽ വീണ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. സുരക്ഷിത യാത്രയ്ക്കൊരു പാലം വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ ഇനി മുട്ടാൻ വാതിലുകൾ ബാക്കിയില്ല. പതിറ്റാണ്ടുകളായി കണ്ടില്ലെന്ന് നടിക്കുന്ന അധികൃതരുടെ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവിടുത്തെ നിരവധി കുടുംബങ്ങൾ. സിറ്റി വിഷൻ, അടിമാലി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35ാമത് ചരമവാർഷികം രാജാക്കാട്ടിൽ ആചരിച്ചു. പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം നടന്നത്. ഭാരതത്തിന്റെ മുൻ പ്രധാനമന്ത്രിയും ആധുനിക ഇന്ത്യയുടെ ശില്പിയുമായ രാജീവ് ഗാന്ധിയുടെ 35ാമത് ചരമവാർഷികം രാജാക്കാട്ടിൽ വിപുലമായ ചടങ്ങുകളോടെ ആചരിച്ചു. കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മണ്ഡലം ഓഫീസിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചത്. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ജനനായകന്റെ ഓർമ്മ പുതുക്കാൻ നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. രാജാക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ തിരിതെളിച്ചുകൊണ്ടാണ് അനുസ്മരണ പരിപാടികൾക്ക് തുടക്കമിട്ടത്. തുടർന്ന് ചടങ്ങിൽ പങ്കെടുത്ത നേതാക്കളും പ്രവർത്തകരും ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. പ്രിയ നേതാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചു. ഇന്ത്യയെ IT ടെലികോം യുഗത്തിലേക്ക് നയിച്ച രാജീവ് ഗാന്ധിയുടെ ദീർഘവീക്ഷണവും രാജ്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളും നേതാക്കൾ അനുസ്മരണ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. ഇന്ത്യയെ ബഹുദൂരം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ഏറ്റവും നന്നായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് 1991 മെയ് മാസം 21-ാം തീയതി 10 ആയപ്പോൾ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് സ്റ്റേജിൽ വെച്ചുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. 21-ാം നൂറ്റാണ്ടിൻ്റെ പുതിയ യുഗത്തോട്ട് നയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി, KP ഗോപിദാസ്, കിങ്ങിണി രാജേന്ദ്രൻ, ബെന്നി പാലക്കാട്ട്, മിനി ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം രാജ്യവ്യാപകമായി ഭീകരവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ഭീകരവാദത്തിനും അക്രമത്തിനുമെതിരെ ഒന്നിച്ച് അണിനിരക്കുമെന്ന പ്രതിജ്ഞയും ചടങ്ങിന്റെ ഭാഗമായി പ്രവർത്തകർ എടുത്തു. രാജ്യത്തിന്റെ പുരോഗതിക്കായി യുവതലമുറയെ പ്രാപ്തരാക്കിയ നേതാവിന്റെ പാത പിന്തുടർന്ന് പാർട്ടി സംവിധാനങ്ങളെ കൂടുതൽ ശക്തമാക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി പ്രസ്താവിച്ചു. കോൺഗ്രസ് വാർഡ് തല ഭാരവാഹികളും പോഷക സംഘടനാ നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരേ ബെഞ്ചിലിരുന്ന് ഒരേ സ്വപ്നം കണ്ടവർ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ആ പഴയ ക്ലാസ് റൂമിലെ കളിച്ചിരികൾ മാത്രമല്ല മാറിയത്. അന്ന് കൂടിയിരുന്ന ചങ്ങാതിമാരിൽ ഒരാൾ ഇന്ന് നാട് ഭരിക്കാൻ പോകുന്ന ജനപ്രതിനിധിയാണ്. രാജകുമാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1979-80 10ാം ക്ലാസ് ബാച്ചുകാരുടെ ചെങ്ങാതിക്കൂട്ടം എന്ന കൂട്ടായ്മ ഒത്തുചേർന്നപ്പോൾ അത് വെറുമൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം മാത്രമായില്ല.
തങ്ങളുടെ പ്രിയ കൂട്ടുകാരനും ഉടുമ്പൻചോലയിലെ നിയുക്ത MLAയുമായ അഡ്വക്കേറ്റ് സേനാപതി വേണുവിനെ നെഞ്ചിലേറ്റിയുള്ള ആവേശോജ്വലമായ ഒരു സ്വീകരണവേദി കൂടിയായി അത് മാറി. സൗഹൃദത്തിന്റെ ആ സുരഭില നിമിഷങ്ങൾക്കാണ് രാജകുമാരി സാക്ഷ്യം വഹിച്ചത്. 4.5 പതിറ്റാണ്ടിന്റെ സൗഹൃദ പൊലിമയിൽ രാജകുമാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1979-80 10ാം ക്ലാസ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും ഒത്തുചേർന്നു. ചെങ്ങാതിക്കൂട്ടം എന്ന പേരിൽ രാജകുമാരി മോർ ബസോലിയോസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച 5ാമത് കുടുംബ സംഗമം ഓർമ്മകളുടെ സുരഭില നിമിഷങ്ങൾ സമ്മാനിക്കുന്നതായി. ചടങ്ങിൽ സഹപാഠിയും ഉടുമ്പൻചോലയുടെ നിയുക്ത MLAയുമായ അഡ്വക്കേറ്റ് സേനാപതി വേണുവിനും സേനാപതി ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സണ്ണി ചാക്കോയ്ക്കും ആവേശോജ്വലമായ സ്വീകരണമാണ് സഹപാഠികൾ ഒരുക്കിയത്. രാജകുമാരി ടൗണിൽ നിന്നും വാദ്യമേളങ്ങളുടെയും ചെങ്ങാതിമാരുടെയും അകമ്പടിയോടെ ഇരുവരെയും സ്വീകരിച്ച വേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം നിയുക്ത MLA അഡ്വക്കേറ്റ് സേനാപതി വേണു നിർവഹിച്ചു. രാഷ്ട്രീയം എന്നത് എനിക്ക് ഒരു തപസ്യയാണ്, അല്ലാതെ ധനസമ്പാദത്തിലുള്ള മാർഗമല്ല. നമ്മുടെ നാടിനെക്കുറിച്ച് എനിക്ക് വലിയ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്നത് മാത്രമാണ് ജനപ്രതിനിധി എന്ന നിലയിൽ എന്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറഞ്ഞു. സൗഹൃദവേദിയിലെ ഈ തുറന്നു പറച്ചിൽ സഹപാഠികൾ കയ്യടികളോടെയാണ് വരവേറ്റത്. അതുകൊണ്ട് ജോയി പറഞ്ഞ റോഡ് മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വപ്നങ്ങൾ ഈ നാടിനെ സംബന്ധിച്ചുണ്ട്. ആ സ്വപ്നങ്ങളുടെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു നിരന്തരമായൊരു പ്രവർത്തനം. ഒരുപക്ഷെ നമ്മളൊരു പൊതുവേദിയിൽ പറയുന്നത് ശരിയാണോ എന്നറിയില്ല. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിൽ എളിയവനായ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ അവസാന നിമിഷം വരെ എൻ്റെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് എനിക്ക് പോലും അത്ഭുതം തോന്നി. അതിന് അർഹരാണോ ഞാൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പോലും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ചടങ്ങിൽ അഡ്വക്കേറ്റ് സേനാപതി വേണുവിനെയും ഗ്രാമപഞ്ചായത്ത് അംഗം സണ്ണി ചാക്കോയെയും ചെങ്ങാതിക്കോട്ടം പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഒപ്പം തങ്ങളെ അക്ഷര വെളിച്ചത്തിലേക്ക് നയിച്ച പ്രിയ അധ്യാപകരായ സലസമ്മ, മറിയാമ്മ, സരള എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ട പഴയ വിദ്യാർത്ഥികൾ ഉന്നത പദവികളിലെത്തിയതിൽ അധ്യാപകർ സന്തോഷം പങ്കുവച്ചു. വർഷങ്ങൾക്കിപ്പുറം പ്രിയ സുഹൃത്തുക്കളെ ഒരു നോക്ക് കാണാനും ഓർമ്മകൾ പങ്കുവയ്ക്കാനും ദൂരദേശങ്ങളിൽ നിന്നുപോലും നിരവധി പൂർവ്വ വിദ്യാർത്ഥികളാണ് കുടുംബസമേതം സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയത്. പഴയകാല സ്കൂൾ ഓർമ്മകളും തമാശകളും പങ്കുവച്ച അവർ പരസ്പരം സൗഹൃദം പുതുക്കി. തുടർന്ന് ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത സ്നേഹവിരുന്നിലും പങ്കെടുത്താണ് സഹപാഠികൾ അടുത്ത ഒത്തുചേരലിനായി താൽക്കാലികമായി പിരിഞ്ഞത്. ചെങ്ങാതിക്കോട്ടം ഭാരവാഹികളായ ജോയി കുരിശിങ്കൽ, വത്സ ജോയി, തോമസ് ജോസഫ്, CN സുരേഷ്, ഷെല്ലി ജോൺ, കുര്യാക്കോസ് വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജകുമാരി. രാജാക്കാട് മർച്ചന്റ് അസോസിയേഷൻ ഗസ്റ്റ് ഹൌസ് ഉദ്ഘാടനവും കുടുംബസംഗമവും ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നടക്കും. ഗസ്റ്റ് ഹൌസ് ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയും കുടുംബസംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരിയും നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജാക്കാട് മർച്ചന്റ് അസോസിയേഷന്റെ നവീകരിച്ച ഗസ്റ്റ് ഹൌസ് ഉദ്ഘാടനവും കുടുംബസംഗമവും ജനപ്രതിനിധികൾക്ക് സ്വീകരണവും 22-ന് ഉച്ചകഴിഞ്ഞ് 3-ന് രാജാക്കാട് ദിവ്യജ്യോതി പാരിഷ് ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഗസ്റ്റ് ഹൌസ് ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയും കുടുംബസംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരിയും നിർവഹിക്കും. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ സംഘടനാ സന്ദേശം നൽകും. യൂണിറ്റ് പ്രസിഡന്റ് VS ബിജു അധ്യക്ഷത വഹിക്കും. രാജാക്കാട് മർച്ചന്റ് അസോസിയേഷൻ പുതിയതായി പണി കഴിപ്പിച്ചിരിക്കുന്ന വ്യാപാരി ഗസ്റ്റ് ഹൗസിലെ 20 റൂമുകളുടെ ഉദ്ഘാടനവും അതോടൊപ്പം മർച്ചന്റ് അസോസിയേഷൻ്റെ കുടുംബ സംഗമവും ഈ വരുന്ന 22-ാം തീയതി വെള്ളിയാഴ്ച നടക്കുകയാണ്. വ്യാപാര ഭവൻ ഗസ്റ്റ് ഹൗസിൻ്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര നിർവഹിക്കുമ്പോൾ കുടുംബ സംഗമത്തിൻ്റെ ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ദേവസ്യ മേച്ചേരിയാണ് നിർവഹിക്കുന്നത്. സെക്രട്ടറി സജിമോൾ കോട്ടയ്ക്കൽ സ്വാഗതവും ട്രഷറർ VC ജോൺസൺ നന്ദിയും അർപ്പിക്കും. ഡീൻ കുര്യാക്കോസ് MP യൂണിറ്റ് അംഗങ്ങൾക്കുള്ള സ്നേഹോപഹാരം വിതരണം ചെയ്യും. പരസ്പര സഹായ നിധിയുടെ
ലാഭവിഹിത വിതരണം സേനാപതി വേണു MLA നിർവഹിക്കും. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ് MP, MLA എന്നിവരെ ആദരിക്കും. ജനറൽ സെക്രട്ടറി ഷാജി നജീബ് ഇല്ലത്തുപറമ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആദരിക്കും. തുടർന്ന് ജനപ്രതിനിധികളെ ആദരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കും. ഭാരവാഹികളായ റോയി വർഗീസ്, CB കൊച്ചുവള്ളാട്ട, ബേബി പുൽപ്പറമ്പിൽ, VK മാത്യു, അബ്ദുൾ കലാം, ഗീത ഷിജു, ആശ ശശികുമാർ, CS പ്രതീഷ് എന്നിവർ പ്രസംഗിക്കും. സിറ്റി വിഷൻ, രാജാക്കാട്. SNDP യോഗം പീരുമേട് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ധർമ്മവിചാര യജ്ഞം മെയ് 22 വെള്ളിയാഴ്ച കുമളി ഹോളിഡേ ഹോമിൽ പ്രത്യേകം സജ്ജമാക്കിയ ഗുരുസന്നിധിയിൽ നടക്കും. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വൈകുന്നേരം നടക്കുന്ന യജ്ഞസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളും സന്ദേശങ്ങളും ജനഹൃദയങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യജ്ഞം സംഘടിപ്പിക്കുന്നത്. ആത്മീയതയും ധാർമ്മിക ബോധവും സമൂഹത്തെ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ വിവിധ ചടങ്ങുകളും പ്രഭാഷണങ്ങളും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് യജ്ഞവേദിയിൽ മീനാക്ഷി ഗോപി വൈദ്യർ ഭദ്രദീപ പ്രകാശനം നിർവഹിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് ഗുരുപൂജ, മഹാശാന്തി ഹവനം, വിളക്കുപൂജ എന്നിവ നടക്കും. രാവിലെ 9:30 ശിവഗിരി മഠത്തിലെ ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികൾ ധർമ്മപ്രബോധനം നടത്തും. ഗുരുദേവന്റെ സന്ദേശങ്ങളുടെ കാലിക പ്രസക്തിയും സാമൂഹിക പ്രാധാന്യവും പ്രഭാഷണത്തിൽ വിശദീകരിക്കും. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. SNDP യോഗം പീരുമേട് യൂണിയൻ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ധർമ്മവിചാര യജ്ഞത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പീരുമേട് യൂണിയനിലെ മുഴുവൻ ശാഖായോഗങ്ങളുടെയും പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുകയും അതോടൊപ്പം തന്നെ യൂണിയനിലെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും ആത്മീയമായും ഭൗതികമായുള്ള അറിവ് ലഭിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രോഗ്രാമാണ് ശ്രീനാരായണ ധർമ്മവിചാര യജ്ഞം. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന യജ്ഞപരിപാടികൾ കുമളി ശ്രീനാരായണ ധർമാശ്രമത്തിലെ സെക്രട്ടറി ശ്രീമദ് ഗുരുപ്രകാശ സ്വാമികളും ചേർത്തല വിശ്വഭാജി മഠത്തിലെ കാര്യദർശിയായ ശ്രീമദ് പ്രബോധ സ്വാമികളും ശ്രീ ഷാജി ശാന്തികളും വൈദിക കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. തുടർന്ന് 4 മണിക്ക് യജ്ഞാചാര്യനായ ശ്രീമദ് പ്രബോധ സ്വാമികളുടെ യജ്ഞമഹാത്മ്യ പ്രഭാഷണവും തുടർന്ന് നടക്കുന്ന യജ്ഞ സമ്മേളനം SNDP യോഗത്തിൻ്റെ കർമ്മധീരനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശൻ അവർ ഉദ്ഘാടനം ചെയ്തതുമാണ്. വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ ആക്ടിംഗ് പ്രസിഡന്റ് PK രാജൻ, സെക്രട്ടറി KP ബിനു, കുമളി ശാഖാ പ്രസിഡന്റ് MD പുഷ്പകരൻ, യൂണിയൻ ഭാരവാഹികളായ MG സലികുമാർ, PS ചന്ദ്രൻ, KR സദൻ രാജൻ, K ഗോപി, സിന്ധു വിനോദ്, KR വിശ്വനാഥൻ, PV സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കുമളി. പടമുഖം സ്നേഹമന്ദിരത്തിന്റെ 30ാമത് വാർഷികവും സ്നേഹമന്ദിരത്തിൽ റോട്ടറി ക്ലബ് വഴി ആരംഭിച്ച പേപ്പർ യൂണിറ്റ് വിൽപ്പന സ്റ്റാൾ ഉദ്ഘാടനവും നടന്നു. MLA അഡ്വക്കേറ്റ് റോയി കെ പൗലോസ് അധ്യക്ഷത വഹിച്ച വാർഷിക സമ്മേളനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 30 വർഷം മുമ്പ് 7 പേരും 3 കിലോ അരിയുമായി ആരംഭിച്ച പടമുഖം സ്നേഹമന്ദിരം 4000-ഓളം പേർക്ക് അഭയം നൽകി. സ്നേഹവാത്സല്യത്തിന്റെ നിറവിലാണ് ഇന്ന് നിൽക്കുന്നത്. ഉപേക്ഷിക്കപ്പെട്ടവരെയും അംഗവൈകല്യമുള്ളവരെയും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെയും ഒരു കുടക്കീഴ് ചേർത്ത് പിടിക്കുന്ന പടമുഖം സ്നേഹമന്ദിരത്തിന്റെ 30ാമത് വാർഷികവും സ്നേഹമന്ദിരത്തിൽ റോട്ടറി ക്ലബ് വഴി ആരംഭിച്ച പേപ്പർ യൂണിറ്റ് വിൽപ്പന സ്റ്റാൾ ഉദ്ഘാടനവുമാണ് നടന്നത്. MLA അഡ്വക്കേറ്റ് റോയി കെ പൗലോസ് അധ്യക്ഷത വഹിച്ച സമ്മേളനം MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മാനസിക വെല്ലുവിളി നേരിടുന്നതും ശാരീരിക വെല്ലുവിളി നേരിടുന്നതും രണ്ടും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന 2 തലത്തിൽ കൈകാര്യം ചെയ്യേണ്ട 2 നിലയിൽ 2 മാനസികാവസ്ഥയിലാണ് ഇതെല്ലാം കടന്നു പോകുന്നത്. ഇവിടെ 330ഓളം വരുന്ന അന്തേവാസികൾ, അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന മാനസിക. സ്നേഹമന്ദിരത്തിന്റെ പുതിയ സംരംഭമായ പേപ്പർ ഉൽപ്പന്ന പദ്ധതിയുടെ വിതരണ സ്റ്റോൾ ഉദ്ഘാടനം കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജൻ ജോർജ് നിർവഹിച്ചു. കോട്ടയം അതിരൂപത മെത്രോപൊലിത്ത മാർ മാത്യു മൂലക്കാട്ട് സ്നേഹമന്ദിരം ഡയറക്ടർ ഡോക്ടർ ബ്രദർ VC രാജുവിനെ ചടങ്ങിൽ ആദരിച്ചു. ആരോഗ്യമേഖലയിൽ മികച്ച സേവനം നടത്തുന്ന ഡോക്ടർ സുഗുണനെയും കഴിഞ്ഞ 10 വർഷമായി സ്നേഹമന്ദിരത്തിൽ പാചക വിദഗ്ധനായി സേവനം ചെയ്യുന്ന മുകുന്ദൻ പിള്ളയെയും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ ആദരിച്ചു.
വാർത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് മുതിർന്ന വയോജനങ്ങളെ ആദരിച്ചു. പടമുഖം ഫെറോന ചർച്ച് വികാരി ഫാദർ ഷാജു ചാമപ്പാറ ആമുഖ പ്രഭാഷണം നടത്തി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മാളവിക ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബോബസ് KM, ഡിക്ലർക്കട്ട് സെബാസ്റ്റ്യൻ, മുരിക്കാശ്ശേരി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജിമ്മി സെബാസ്റ്റ്യൻ, വ്യാപാര സമിതി പ്രസിഡന്റ് ജോസ് വർഗീസ്, നോബിൾസ് ജോസഫ്, നിബിൻ രാജു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹമന്ദിരത്തിലെ അന്തേവാസികളുടെ കലാവിരുന്നും നടന്നു. സിറ്റി വിഷൻ ഇടുക്കി. രാജാക്കാട് ലയൺസ് ക്ലബിന്റെയും രാജാക്കാട് മെഡിക്കൽ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് 24-ന് രാവിലെ 9 മുതൽ രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജാക്കാട് ലയൺസ് ക്ലബിന്റെയും രാജാക്കാട് മെഡിക്കൽ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് 24-ന് രാവിലെ 9 മുതൽ 4 വരെ രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജെയിൻ കുര്യാക്കോസ്, രാജാക്കാട് മെഡിക്കൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ വിജയ് ജയകുമാർ, അഡ്മിനിസ്ട്രേറ്റർ ജോയൽ വി ഷാജു, ലയൺസ് ക്ലബ്ബ് ട്രഷറർ A ഹംസ എന്നിവർ അറിയിച്ചു. രാജാക്കാട് മേഖലയിൽ സേവന രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന രാജാക്കാട് ലയൺസ് ക്ലബ്ബും രാജാക്കാട് മെഡിക്കൽ സെൻ്ററും സംയുക്തമായി ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ്. മെയ് 24 ഞായർ രാവിലെ 9 മണി മുതൽ 4 മണി വരെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മെഡിക്കൽ ക്യാമ്പിൽ 8ഓളം ഡിപ്പാർട്ട്മെൻറ്റിലായി 10ഓളം ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. മേജറായിട്ടും ഉണ്ടായിരിക്കുന്നത് 8 ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഡോക്ടർ സത്യബാബു സാറിൻ്റെ ലീഡർഷിപ്പിലുള്ള ഗൈനക്കോളജി, പീഡിയാട്രി, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ENT, ഡയബറ്റോളജി, പീഡിയാട്രി എന്നീ 8 വിഭാഗത്തിൽ നിന്ന് 10ഓളം ഡോക്ടേഴ്സിൻ്റെ സേവനം ഈ ഞായറാഴ്ച ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് രാജാക്കാട് ഇതിനു മുന്നേയും പല ക്യാമ്പുകൾ നടന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഒരിക്കലും നമുക്ക് ഇവിടെ തന്നെ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ക്യാമ്പിൻ്റെ നമ്മൾ കൊടുക്കുന്ന 8 ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ ദിവസവും തുടർച്ചയായി നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിരിക്കും. ഗൈനക്കോളജി, ജനറൽ മെഡിസിൻ, ശിശുരോഗ വിഭാഗം, പൾമനോളജി, ENT, ഓർത്തോപീഡിക്, പ്രമേഹ രോഗ വിഭാഗം, ജനറൽ സർജറി എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാർ പരിശോധന നടത്തി മരുന്നുകൾ നൽകും. തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് ചികിത്സാനുകൂല്യങ്ങളും നൽകും. മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി സർപ്പ് ജില്ലാ ഫെസിലിറ്റേറ്റർ TB മനോജ് പാമ്പ് ബോധവൽക്കരണ ക്ലാസും നടക്കും. പേരുകൾ രജിസ്റ്റർ ചെയ്യാൻ മുല്ലക്കാനം ബെന്നി മെഡിക്കൽസ്, രാജാക്കാട് ഗ്രീൻ ബീൽഡ് അഗ്രോ, പവിത്രം ജ്വല്ലറി എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്യാം. സിറ്റി വിഷൻ രാജാക്കാട്. ഇനി ചെറിയൊരിടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി.
Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The #1 health provider. Kripa Medical Center. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. മഴക്കാലത്തിന് മുന്നോടിയായി വഴിയരികുകളിൽ കാഴ്ച മറച്ചും വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും കടന്നുപോകാൻ ബുദ്ധിമുട്ടായി നിൽക്കുന്ന കാടുകളും ജീവവേലികളും വെട്ടിനീക്കുന്നതിന് രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ഉത്തരവിട്ടിരുന്നു. ഇത് നടപ്പിലാക്കാൻ ഓരോ സ്ഥലമുടമകൾക്കും ഒരാഴ്ച സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് സമയബന്ധിതമായി ഇവ നീക്കം ചെയ്തില്ല എങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഒരു നോട്ടീസ് കിട്ടിയിരുന്നു. കാരണം സ്കൂൾ തുറക്കാൻ പോകുന്നു, വഴിയിലേക്ക് കയറി നിൽക്കുന്ന പള്ളകൾ വെട്ടുന്നതിന്, ശിഖരങ്ങൾ ഇറക്കുന്നതിനെല്ലാം സെക്രട്ടറി ഒരു കത്ത് വിട്ടിരുന്നു. അത് ഇതുവരെയായിട്ടും ചെയ്യാൻ മടി കാണിക്കുന്ന ആളുകൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരാഴ്ചയേ ഉള്ളൂ നമ്മുടെ സ്കൂൾ തുറന്ന് കുട്ടികൾ എത്താൻ വേണ്ടി. അപ്പോൾ യാത്രാ സൗകര്യം മാറ്റുന്നതിന് വേണ്ടി റോഡിന് സൈഡിൽ കൂടി ഇട്ടിരിക്കുന്ന വിറകുകൾ കണ്ടു, വിറക് കൂട്ടിയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കൃഷികൾ നടത്തിയിരിക്കുന്നു, മണ്ണ് വെട്ടി മാറ്റി വെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ചെമ്പരത്തിക്കമ്പ് ആണെങ്കിൽ പോലും, അതായത് വണ്ടികൾക്കും മനുഷ്യർക്കും നടന്നു പോകാൻ സൗകര്യപ്രദമായിട്ടുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും അതിനുള്ള ആ ദൗത്യം ഏറ്റെടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹമുള്ള പ്രദേശവാസികളോട് പറയുകയാണ്. അപ്പോൾ ഇനിയും നിയമപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരം പഞ്ചായത്തിലേക്ക്, പഞ്ചായത്ത് സെക്രട്ടറിക്ക് അനുവദിച്ചു കൊടുക്കരുത്. കാരണം സെക്രട്ടറിയുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ നമുക്കത് മാറി നിൽക്കാനേ കഴിയുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ വഴികൾ സുഗമമായി സഞ്ചാരയോഗ്യമാക്കി തീർക്കാൻ എല്ലാവരും സഹായിക്കണം. രാജാക്കാട് പഞ്ചായത്ത് 8ാം വാർഡിൽ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തി. വാർഡ് മെമ്പർ ജോഷി കന്യാക്കുഴി ഉദ്ഘാടനം നടത്തി. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ടൗൺ ഉൾപ്പെടുന്ന 8ാം വാർഡിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടികളുടെ ഉദ്ഘാടനം നടത്തി. വാർഡിലുള്ള വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക, റോഡിലേക്ക് വളർന്നു നിൽക്കുന്ന ചെടികളുടെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുക, റോഡുകളും വീടും പരിസരവും കുടിവെള്ള സ്രോതസ്സുകളും വൃത്തിയായി സൂക്ഷിച്ച് രോഗങ്ങളിൽ നിന്ന് ജനത്തെ രക്ഷിക്കുക എന്നതാണ് ശുചീകരണ പരിപാടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിനി സ്റ്റേഡിയം വാട്ടർഷെഡ് കമ്മിറ്റി ചെയർമാൻ ടൈറ്റസ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാകുഴി ഉദ്ഘാടനം നടത്തി. മഴക്കാലമായതോടുകൂടി രാജാക്കാട് പഞ്ചായത്തിൻ്റെ ചെറുറോഡുകളിലെല്ലാം ഒത്തിരി പള്ളകളൊക്കെ നീങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ ആ പള്ളകളൊക്കെ നീണ്ടു നിൽക്കുന്നതുകൊണ്ട് പറഞ്ഞിട്ട് ആളുകൾക്ക് മഴക്കാലത്ത് യാത്ര ചെയ്യുമ്പോൾ വൈസലോട്ട് മാറാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അതുപോലെ ആളുകൾക്ക് സുഗമമായി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നതിൻ്റെ പേരിൽ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടാണ് രാജാക്കാട് പഞ്ചായത്ത് ഒരു പദ്ധതി ഇറക്കിയിട്ടുണ്ട്. രാജാക്കാട് പഞ്ചായത്തിൻ്റെ വൈറ്റ് സൈഡിൽ നിന്ന് റോഡിലോട്ട് നിൽക്കുന്ന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റും വാർഡിലെ അംഗവുമായ VS ബിജു മുഖ്യപ്രഭാഷണം നടത്തി. NREG ഓവർസിയർ റീനാമോൾ ജിജോ, JPH വിമൽ ജോൺസ്, അംഗൻവാടി അധ്യാപിക PS ബിന്ദു, CDS മെമ്പർ മിനി സുരേന്ദ്രൻ, മേറ്റുമാരായ ശ്രീജ പ്രദീപ്, സിജി നോബി, ജിപ്സി എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ രാജാക്കാട്. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടന്നുവരുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 7ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. വഴിയോരങ്ങളിൽ വളർന്നു നിൽക്കുന്ന കാടുകൾ വെട്ടിനീക്കുകയും വെള്ളമൊഴുക്ക് സുഗമമാക്കിയുമാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. വാർഡ് മെമ്പർ മിനി ബേബി പരിപാടികൾക്ക് നേതൃത്വം നൽകി. മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് പഞ്ചായത്തിലെ ഓടകളും പൊതുസ്ഥലങ്ങളും മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ മെഗാ ക്ലീനിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്.
എല്ലാ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിന്റെ ഭാഗമായിട്ടാണ് 7ാം വാർഡിലും ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചത്. വാർഡിന്റെ പല മേഖലകളിലായി ഇരുവശങ്ങളിലും കാഴ്ചമറച്ചു നിൽക്കുന്ന കാടുകൾ വെട്ടിനീക്കുകയും റോഡിന്റെ വശങ്ങളിലൂടെയുള്ള വെള്ളമൊഴുക്ക് സുഗമമാക്കുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വാർഡ് മെമ്പർ മിനി ബേബി നേതൃത്വം നൽകി. രാജാക്കാട് പഞ്ചായത്തിൻ്റെ മുഴുവൻ ടൗണുകളും പ്രധാനപ്പെട്ട പ്രദേശങ്ങളെല്ലാം നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞു. നമുക്കറിയാം ഇനി മഴക്കാലം വരുന്നു, സ്കൂള് തുറക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ പരിസരങ്ങൾ വളരെ വൃത്തിയായിട്ട് നമ്മൾ നിൽക്കണം. സ്കൂൾ കുട്ടികൾക്ക് റോഡുകളിൽ കൂടി നടന്നു പോകണം. MLSP സൗമ്യ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ വിശദീകരണം നൽകി. CDS മെമ്പർ ഗീത തുളസിദാസ്, തങ്കച്ചൻ പുളിക്കൽ, മനോജ് വർഗീസ്, JH ഷഹല ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആരോഗ്യവകുപ്പ് അധികൃതർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവരും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. സിറ്റി വിഷൻ, രാജാക്കാട്. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടന്നുവരുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 9ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. വഴിയോരങ്ങളിൽ വളർന്നു നിൽക്കുന്ന കാടുകൾ വെട്ടിനീക്കിയും വെള്ളമൊഴുക്ക് സുഗമമാക്കിയുമാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് പഞ്ചായത്തിലെ ഓടകളും പൊതുസ്ഥലങ്ങളും മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ മെഗാ ക്ലീനിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിന്റെ ഭാഗമായിട്ടാണ് 9ാം വാർഡിലും ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചത്. റോഡിന്റെ ഇരുവശങ്ങളിലും കാഴ്ചമറച്ചു നിൽക്കുന്ന കാടുകൾ വെട്ടിനീക്കുകയും റോഡിന്റെ വശങ്ങളിലേക്കുള്ള വെള്ളമൊഴുക്ക് സുഗമമാക്കുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. വാർഡ് തല ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഇന്നിപ്പോൾ ഇവിടെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ഈ ജൂൺ മാസത്തിലെ മഴക്കാലപൂർവ്വ രോഗത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും നടന്നു പോകുന്നതാണ്. ഇതിന് പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെ മമ്മട്ടിക്കാനത്ത് നടന്ന ഉദ്ഘാടന യോഗത്തിൽ വാർഡ് മെമ്പർ സുധീർ കോട്ടക്കൊടിയിൽ അധ്യക്ഷത വഹിച്ചു. JPHR ആശ സ്വാഗതം ആശംസിച്ചു. JHI ഷഹല, മുൻ വാർഡ് മെമ്പറായ VJ ബാബു, സാലി പൈലി, CDS മെമ്പർ സോഫിയ ബാബു, MLSP സൗമ്യ, ആശാപ്രവർത്തക പുഷ്പ മോഹൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. സിറ്റി വിഷൻ, രാജാക്കാട്. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,660 രൂപ, പവന് 1,17,280 രൂപ, വെള്ളി ഗ്രാമിന് 290 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജകുമാരിയിൽ ബൈക്കിടിച്ച കാൽനട യാത്രയ്ക്ക് ഗുരുതര പരിക്ക്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെടുങ്കണ്ടത്ത് ഒരു കുടുംബത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തകർത്ത ഭൂമാഫിയ. വീട്ടിലേക്കുള്ള കോൺക്രീറ്റ് പാത JCB ഉപയോഗിച്ച് തകർത്തു. മറുകര കടക്കാൻ ഒരു പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് 7 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. പള്ളിവാസൽ പഞ്ചായത്തിലെ 13ാം വാർഡിൽ ഉൾപ്പെട്ട കമ്പി ലൈനിലുള്ള നിരവധി കുടുംബങ്ങളാണ് പാലമില്ലാത്തതിന്റെ പ്രതിസന്ധി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35ാമത് ചരമവാർഷികം രാജാക്കാട്ടിൽ ആചരിച്ചു. പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.